പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് തകർത്തത് അപലപനീയമെന്ന് പാലക്കാട് രൂപത. ചെറിയ കുട്ടികൾക്കിടയിലേക്ക് വിദ്വേഷം പടർത്താൻ ചില ശക്തികൾ ശ്രമിക്കുന്നത് ആപത്താണ്. ഇളം മനസ്സുകളിൽ സ്നേഹവും വിശ്വാസവും നിറയ്ക്കണമെന്നും ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. സംഭവിക്കരുതാത്ത കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് കേരളത്തില് വലിയ ഒരു സാഹോദര്യ ബന്ധം വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് പാർക്കുന്ന ഈ കൊച്ചു കേരളത്തിലുണ്ടല്ലോ. നാളിതുവരെയും അനുവർത്തിച്ചു പോന്ന ഈ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യം, അതിന് ഘടകവിരുദ്ധമായ രീതിയിലുള്ള പുത്തൻ പ്രവണതകളാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ആരൊക്കെ ഇതിന് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു? തികച്ചും യാദൃശ്ചികമായി ഒരു മുന്നൊരുക്കങ്ങളുമില്ലാതെ നടന്നതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു ക്രൈസ്തവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്കെതിരെയുള്ള ചില നീക്കങ്ങൾ, അതിന്റെ ഏറ്റവും പുതിയ മുഖങ്ങൾ ഈ പാലക്കാട് കണ്ടു തുടങ്ങുന്നു. അത് ആശങ്കാജനകമാണ്. വളരെയേറെ സന്തോഷത്തോടും നിരുപദ്രവപരമായ രീതിയിലുമാണ് ക്രൈസ്തവരും അവരുടെ വിശ്വാസ ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം ഉള്ളത്. ആരെയും വെറുപ്പിക്കുന്നതോ വിദ്വേഷം പുലർത്തുന്നതോമായ യാതൊന്നും ക്രൈസ്തവരോ ക്രൈസ്തവ വിശ്വാസത്തിലോ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സംഭവം, അല്ലെങ്കിൽ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാരം എന്ന ക്രിസ്മസ്, അത് ആഘോഷിക്കുന്നത് ക്രൈസ്തവരുടെ മാത്രം ഒരു ആഘോഷമല്ല. കാരണം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം, ക്രൈസ്തവർ വിശ്വസിക്കുന്ന ദൈവം എല്ലാവരുടെയും ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ മിശിഹായുടെ ജനനത്തെ സംബന്ധിച്ച വാർത്തയില്, സദ്വാർത്തയില് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയായിട്ട് അറിയിക്കുന്നത് മാലാഖ ഇടയന്മാരോട്. ഇപ്പൊ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ആയ ക്രിസ്മസിന്റെ ഒരു പുനരവതരണം, അത് എല്ലാ സ്ഥലത്തും, സ്കൂളുകളിലോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പൊതുസമൂഹങ്ങളിലോ പൊതു ഇടങ്ങളിലോ ഒക്കെ നടത്താനുള്ള അവകാശം, അത് എല്ലാ വിശ്വാസികൾക്കും ഉള്ളതാണ്. ഒരു വിശ്വാസപരമായി ചിന്തിച്ചാൽ അതൊരു പൊതുജനത്തിന്റെ അവകാശമാണ് ക്രിസ്മസ് ആഘോഷിക്കുക എന്നത്. പിന്നെ നമ്മൾ അതിനെ ഭരണഘടനയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോഴും അത് സത്യമാണല്ലോ. ആർക്കും അവരവരുടെ മതവിശ്വാസത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഹിംസയ്ക്ക് ഇടവരാത്ത വിധത്തിൽ ഉള്ള വിശ്വാസപരമായ കാര്യങ്ങൾ നടത്തുവാനും പ്രചരിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും ഒക്കെയുള്ള അവകാശങ്ങളുണ്ടല്ലോ.